എവരിവൺ, നമ്മൾ എക്കണോമിക്സിൽ നമ്മളിപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്, MCQs. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ MCQs ഡിസ്കസ് ചെയ്യണത്? നമ്മൾ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നതിൽ MCQ വരുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടോ? നമ്മളെ എക്സാമിൽ നമുക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? MCQs ആണ്. അപ്പോൾ നമ്മൾ MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്ക് ഈ 10 മാർക്ക് എന്തായാലും കിട്ടാന്നുള്ളതും, 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഒരു ആൻസർ ശരിയായാൽ നമുക്ക് 1 മാർക്ക് കിട്ടില്ല. അപ്പോൾ ഈ 10 ആൻസർ ശരിയായാൽ നമുക്ക് 10 മാർക്ക് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 മാർക്ക് കിട്ടാന്നുള്ളതും, പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു 4 മാർക്കിനോ ഒരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. അതിനുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ് നോൺ ആസ്. നമ്മള് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടാന്നുള്ള ആ ഒരു ഇതിന് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്താണ് പറയാന്നുള്ളതാണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണോ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണോ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ? ഈ ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. രണ്ടാളും ഒരിക്കലും ഒക്കില്ല. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടാണല്ലേ സംഭവിക്കുന്നത്. അപ്പൊ അത് എന്ത് ഡിമാൻഡ്, ആ ഒരു ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? യെസ്, നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് ആ ഒരു ഇതിന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടാണ് ചെയ്യുക, എക്സ്പാൻഡ് ആവും ഡിമാൻഡ്. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ആരാണ് എഴുതിയത് എന്നാണ്. ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഈ ഒരു ബുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ? നമ്മൾ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ടല്ലേ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട്. ഈ ഒരു ബുക്കിലൂടെയാണ് മാക്രോ എക്കണോമിക്സിന്റെ പിറവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ബുക്ക് ആരാണ് എഴുതിയത്? 4 ഓപ്ഷൻസ് നമുക്കുണ്ട് അല്ലേ? അമർത്യ സെൻ, JM കീൻസ്, ആൽഫ്രഡ് മാർഷൽ, പോൾ എ സാമുവൽസൺ. അതിൽ പോൾ എ സാമുവൽസണും ആൽഫ്രഡ് മാർഷലും JM കീൻസ്, ഈ 3 ആളെ നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ 3 ആളെയും ഒരു കൺഫ്യൂഷൻസ് നമുക്ക് വരുന്നുണ്ടോ? അപ്പൊ നിങ്ങളിപ്പോ എക്സാം എഴുതുമ്പോൾ ഈ 3 ആളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴായിരിക്കും. ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ഏതാ? ആരാണ്? യെസ്, JM കീൻസ് ആണ് അല്ലെ? ജോൺ മേനാർഡ് കീൻസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. അദ്ദേഹം ആരാണ്? മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നതാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ ആരും അത് മറന്നു പോവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻകം 0 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോണമസ് കൺസംഷൻ എന്തായിരിക്കും? 0 ആയിരിക്കോ, പോസിറ്റീവ് ആയിരിക്കോ, നെഗറ്റീവ് ആയിരിക്കോ, ലെസ് ദാൻ 0 ആയിരിക്കോ എന്നുള്ളതാണ് കൺസംഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മൾ ഇൻകം ലെവൽ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ? നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ പോസിറ്റീവ് ആയിരിക്കോ, നെഗറ്റീവ് ആയിരിക്കോ, 0 ആയിരിക്കോ, ലെസ് ദാൻ 1 ആയിരിക്കോ, എന്തായിരിക്കും? നമ്മൾ ഇൻകം ലെവൽ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യും അല്ലെ? നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടാണ് കൺസ്യൂം ചെയ്യുക? നമ്മൾ സേവിങ്സ് എന്നിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. ആ ഒരു കൺസംഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കൺസംഷൻ നമ്മൾ എന്താ പറയാ? ഓട്ടോണമസ് കൺസംഷൻ. അത് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? C-bar എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഓട്ടോണമസ് കൺസംഷൻ. അപ്പം ഇൻകം ലെവൽ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യും, അതിനാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? അത് പോസിറ്റീവ് ആയിരിക്കും. അത് ആരും മറന്നവരുത്, അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ ആണോ, ഒരു കൺസംഷൻ ആണോ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അല്ലെ? ഈ ഒരു പേര് നമ്മൾ ഒരിക്കലും മറക്കില്ല, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അപ്പൊ അത് എന്താണ്? യെസ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് നോർമൽ പ്രോഫിറ്റ്? ഈ 4 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കുന്ന? എന്തായാലും നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം പ്രോഫിറ്റിനാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ നിലനിൽക്കാനുള്ള
നിലനിൽക്കാനുള്ള ആ ഒരു പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ MR = MC ഉണ്ട്, AR = AC ഉണ്ട്, TR > TC ഉണ്ട്, AR < AC ഉണ്ട്. ഇതിൽ ഏതാണ് മക്കളെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ്. നമ്മൾ ആവറേജ് റവന്യൂ, നമ്മുടെ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റും കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റും കൂടി ക്ലിയർ ആവേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഇതിലും കൂടുതൽ മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അടുത്തത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ട്രൂ ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാന്നുള്ളത്. എന്തായാലും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആയിരിക്കും. എല്ലാവരും ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആയിരിക്കും സെയിൽ ചെയ്യുക അല്ലെ. പ്രൈസ് ടേക്കേഴ്സ് ആണ്, അവർക്ക് ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടില്ലേ. അപ്പൊ ഈ 4 സിറ്റുവേഷനിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്? നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഒരു ഗ്രാഫ് ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയായിരുന്നു? യെസ്, പ്രൈസ് ഈക്വൽ ടു എന്തോ ആണെന്നല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് MC-ന്റെ അല്ലേ. ഇതെന്താണ്? പ്രൈസ് ഈക്വൽ ടു MR = AR എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? യെസ്. അപ്പൊ ഇതിൽ ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ്. പ്രൈസ് ഈക്വൽ ടു AR = MR ആണ് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ യെസ് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഗ്രാഫ് ആണല്ലേ അത്. ഓക്കെ, അടുത്തത് എന്തിനെ പറ്റിയിട്ടാണ്? ഗവൺമെന്റ് ഇമ്പോസിംഗ് അപ്പർ ലിമിറ്റ് ഓൺ ദി പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് കോൾഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിൽ ചില കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഉണ്ടാവും പ്രൈസിന്റെ കാര്യത്തിൽ അല്ലെ. ഗവൺമെന്റ് എന്ത് തീരുമാനിക്കും? ഒരു പ്രൈസ് നിശ്ചയിക്കും. ആ പ്രൈസിന്റെ മുകളിലേക്ക് എന്താക്കരുത്, ഗുഡ്സിനും സർവീസും പ്രൈസ് വെക്കരുത് എന്ന് തീരുമാനിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു പ്രൈസ് തീരുമാനിക്കും, എന്നിട്ട് മിനിമം ആ ഒരു പ്രൈസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റ് കൺസ്യൂമേഴ്സിനെയും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഗവൺമെന്റ് ഇന്റർവെൻഷനിൽ. എന്തൊക്കെ ആയിരുന്നു? പ്രൈസ് സീലിംഗും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, പ്രൈസ് ഫ്ലോറും ഉണ്ട് അല്ലെ മക്കളെ. യെസ്, 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. എന്തേനും പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് എന്ത് തീരുമാനിക്കും? ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ആ പ്രൈസിന്റെ അത് അപ്പർ ലിമിറ്റ് ആയിരിക്കും. അതിന്റെ മുകളിലേക്ക് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? വേറെ പ്രൈസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. മിനിമം, അതായത് അതെന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും. അതിന്റെ മുകളിലേക്ക് പിന്നെ ഒരു പ്രൈസ്, അതിൽ കൂടുതൽ പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് എന്ത്? പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാല്. അത് നമ്മൾ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് പ്രൈസ് ഫ്ലോർ. എന്താണ് പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാല്? ഗവൺമെന്റ് ഒരു പ്രൈസ് തീരുമാനിക്കും. മിനിമം ആ ഒരു പ്രൈസ് എങ്കിലും എന്ത് ആയിരിക്കണം? ആ ഒരു പ്രൈസ് എങ്കിലും ആ ഗുഡ്സിനോ സർവീസിനോ ഉണ്ടായിരിക്കണം. ഇത് ഗവൺമെന്റ് ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവര് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് ആ ഒരു പൈസ, അവർ വിചാരിക്കുന്ന ഒരു പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അതെന്താണ്? നഷ്ടമാണ്. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനിക്കേണ്ടത്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസിന് എന്തായിരിക്കും? കുറവായിരിക്കും, താഴെയായിരിക്കും എന്ത്? പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താണ്? അപ്പർ ലിമിറ്റ് ഓൺ ദി പ്രൈസ് ഓഫ് എ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അതെന്താണ്? മാക്സിമം. അത് മാക്സിമം ലെവൽ ആണല്ലേ. അപ്പൊ നമ്മളിപ്പോ ഈ 2 കാര്യം പറഞ്ഞതിൽ ഏതാണ് മാക്സിമം ലെവൽ എന്ന് നമ്മൾ പറഞ്ഞത്? യെസ്, പ്രൈസ് സീലിംഗ് ആണ് അല്ലെ. അപ്പൊ പ്രൈസ് സീലിംഗ് ആണ് എന്ത്? നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രൈസ് സീലിംഗ് എന്താണ്, പ്രൈസ് ഫ്ലോർ എന്താണെന്ന് ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തതാണ് ഇലാസ്റ്റിസിറ്റി ഇൻ റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത് നമ്മളൊരു എന്താണ്? ഷേപ്പ് ആണ് അല്ലെ. എങ്ങനെയാണ് അത് വരുന്നത്? യെസ്, നമുക്ക് നോക്കാം അതെങ്ങനെയാ വരുന്നത് മക്കളെ. യെസ്, ഇങ്ങനെ ആയിരിക്കും ഒരു ഷേപ്പ് വരുന്നത്. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഒരു 5ഓളം ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിറ്ററി ഇലാസ്റ്റിക്, ഇൻ ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ ഇലാസ്റ്റിക്, അങ്ങനെ നമ്മൾ 5 ഇലാസ്റ്റിസിറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഒരു ഷേപ്പ് ഏത് ഇലാസ്റ്റിക് ആയിരിക്കും? 0 ആയിരിക്കോ, A ആയിരിക്കോ, 1 ആയിരിക്കോ, 0.5 ആയിരിക്കും? ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. A എന്ന് പറയുന്ന ഒരു
ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. എന്തിനാണ് വെറുതെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ നമ്മള് അയ്യോ ഇതിലിപ്പോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇനിയിപ്പോ അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എന്താവും, ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വരും. അപ്പൊ നമ്മളെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, നമുക്ക് പല ഡൗട്ടുകൾ വരുന്ന ഒരു ടൈമാണ്, പല കൺഫ്യൂഷൻസ്, ഇതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരുന്ന ഒരു സമയമാണ്. അപ്പൊ എന്ന് പറയുന്നത് എന്താ, ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, വിച്ച് മീൻസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏത് ഇലാസ്റ്റിക് ആണ്, യെസ് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിന്റെ ഫീച്ചർ ആണ്? നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഏതോ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തിനു പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരിക്കണം. അവിടെ പ്രൈസ് ടേക്കേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരിക്കണേ. ഏതേനു മക്കളെ, മൊണോപ്പൊളി ആണോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, ഒളിഗോപ്പൊളി ആണോ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണോ? ഈ ഒരു ആൻസർ നിങ്ങൾ എന്തായാലും തെറ്റിക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. യെസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് എന്ത്, ആ ഒരു പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. y ഈക്വൽ ടു a പ്ലസ് സി പോയിന്റ് വൈ എന്നാണ്. സി ഇൻറ്റു വൈ, സി പോയിന്റ് വൈ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു വൈ ആണ് എന്ത്, നമ്മളെ ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. വൈ എന്ന് പറഞ്ഞാലോ നമ്മളെ ഇൻകം ആണ് എന്ത്, വൈ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, MPC എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം വൈ ആണോ, എ ആണോ, സി ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ആണോ? ഈ 4 ഓപ്ഷൻസ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. വൈ എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ആണ്. പിന്നെ ഉള്ളത് സിയും നൺ ഓഫ് ദിസും ആണ്. ഇത് രണ്ടിൽ ഏതായിരിക്കും? യെസ്, MPC എന്ന് പറഞ്ഞാൽ എന്താണ്, സി ആണ്. സ്മോൾ ലെറ്റർ സി ആണ് നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, MPCനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ കൺസംഷൻ ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ എന്താണ്, MPC ആണ്. ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മളൊരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഇനിയും പല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറയാം, കാരണം അവർക്കും കൂടി എന്താണ് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, പിന്നെ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്താക്കുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയില് വേറൊരു ടോപ്പിക് ആയിട്ട് എന്താക്കാം കാണാം.